എടാ ആ തേങ്ങ തൊട്ടു പോവരുത്. എനിക്ക് നിന്റെ ഒരു തേങ്ങയും വേണ്ട. ദിവ്യ, ദിവ്യ. ആ സരസേച്ചി എന്താ വന്നേ? അത് മോളെ, വീട്ടിൽ കറി വെക്കാനൊന്നുമില്ല. കുറച്ച് മുറിഞ്ഞുണ്ടല്ലോ തരുവാ. അതിനെന്നാ സരസേച്ചി, അതിന്റെ അകത്ത് പൊട്ടിച്ചെടുത്തോ. വേറെ ആരെങ്കിലും നമ്മൾ പോയി പൊട്ടിക്കുന്നത് ശരിയില്ലല്ലോ. ഇന്ന് കുറച്ചുണ്ടോ മോളെ? ആന്ന് സാരമില്ല, നിങ്ങൾ അതിന്റെ അകത്ത് പൊട്ടിച്ചെടുത്തോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. എന്തുകൊണ്ടപ്പോ പറിക്കല്? ഇത് പോകാന്ന് പറിക്കാന്നാലും എന്തായാലും പോളൊരു ഭയങ്കര തിരക്ക്. ദിവ്യ, ഞാൻ എന്നാ പോട്ടെ മോളെ. ആ ചേച്ചി, പിന്നെ കാണാം. തേങ്ങയൊക്കെ എന്താ വില? രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണം. അങ്ങനെ ഇറക്കണ്ട. അമ്മേ, മുറ്റത്തുനിന്ന് ആന്റി തേങ്ങ എടുക്കുന്ന നോക്കാം. സരസേച്ചി, എന്റെ അമ്മോ, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഞാനങ്ങ് വീട്ടിൽ പോകാ മോളെ. നിങ്ങളോട് മുരിങ്ങച്ചപ്പ് പൊട്ടിച്ചോളാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. തേങ്ങ അടവെക്ക്. തേങ്ങയാ? ഞാനെടുത്തില്ല മോളെ. ഞാൻ കണ്ടതാ നീ ആന്റി തേങ്ങ എടുക്കുന്നേ. എന്നാ അമ്മ തേങ്ങയുടെ പറയുന്നേക്കുന്നേ? ഈ ആന്റി നിന്റെ തേങ്ങ എടുത്തടാ. ഇന്ന് ഞാൻ സൂക്കാണ്ടി കൊടുക്കും. ഒരുത്തൻ കേട്ടോ മക്കൾ. ഇന്നത് തേങ്ങ ഒന്നും പറയണ്ട, അത് ആകാശവാണിയാന്ന്. ഏട്ടാ, ചായയും ചോറും എല്ലാം ടേബിളിന്റെ മേലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. സമയമാകുമ്പോ എടുത്ത് കഴിക്കണേ. ഞാൻ പോവാണ്. എന്താ മോളെ, ജോലിക്ക് പോവുകയായിരിക്കും അല്ലേ? ആ, ജോലിക്ക് പോവാന്ന്. നേരമില്ല, പോട്ടെ. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നും ഇല്ല ചേച്ചി, ജോലിയിൽ ഓരോ ടെൻഷനാണ്. ഇന്നത്തേക്ക് ഒരു ചെറിയ മനസ്സുഖം കിട്ടി. അല്ല പ്രസാദേ, നീ ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ലേ? അല്ല, ഇപ്പൊ എന്താ നിനക്കൊരു പല്ല് വരാൻ കാരണോ? വിശ്വാസം വരാത്ത പോലെ. ഇത് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പാട പ്രസാദേ. ഇത് പല്ലുവേനൊന്നും അല്ല സരത്തേച്ചി. ഓളെടുക്കുന്ന രണ്ടെണ്ണം കിട്ടിയതാ. ആ, അങ്ങനെ പറ. ഇന്നിപ്പോ രണ്ട് മനസ്സുഖം നിൽക്കും. ആകാശവാണി തള്ളക്കുന്ന് ഓണം നമ്പർ അടിച്ച ഫോൺ കിട്ടിയിട്ടുണ്ടാവും.